ചിക്കൻ ടിക്ക കിട്ടാത്ത സ്ഥലമേത്? ആര്യഭവൻ. പറയൂ, ആരെങ്കിലും പറയൂ, ആലോചിച്ച് പറയൂ. യൂസ് യുവർ ബ്രെയിൻ. പറയൂ, ആലോചിച്ച് പറയൂ, ആരെങ്കിലും പറയൂ. അന്റാർട്ടിക്ക ആയിരിക്കും. ആർക്കും അറിയില്ല. അന്റാർട്ടിക്ക. എങ്ങനെ? ധർമ്മബോധമുള്ളതാണ്. അടുത്തൊരു ചോദ്യം കൂടി. അത് കേട്ടപ്പോൾ നിങ്ങൾ ചിരിച്ച് മരിക്കും. കാലിഫോർണിയയിലെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ആണ്, കോമഡി ടൈം കഴിഞ്ഞു. ബാക്കി നാളെ പറയാം കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ. ബോയ്സ് കീപ് ഇറ്റ് അപ്പ്. അപ്പൊ ക്ലാസ് എവിടെ നമ്മൾ നിർത്തിയത്? Who is the author of How Far is the River? Yes. റസ്കിൻ ബോണ്ട്. Good. So, the story How Far is the River was written by Ruskin Bond. In this story, what prevented the boy from seeing the river? Badi bara. Sir, the big mountain. Medical. What did the boy hear about the river from the villagers? Sir. About the fish and rocks in the water. എനിക്ക് വയ്യ. Why did the boy like to walk barefooted? Anasavara. He likes the feel of warm stones and cool grass. Good. എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലേ? കൊള്ളാം. എല്ലാവരും എണീക്ക്. കമോൺ, വാ, ബാഗ് കൂടെ എടുത്തു. ബാടി, നിങ്ങളെല്ലാവരും എണീക്ക്. നിങ്ങൾ ഫ്രണ്ടിൽ പോരി. പഠിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണം, എന്നാലേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ബുക്കടച്ചോ, നമുക്ക് ആദ്യം മുതൽ റിവൈസ് ചെയ്യാം. അത് പഠിച്ചില്ലല്ലോടാ. Look deep into nature and then you will understand everything better. ഇതാര് പറഞ്ഞ? ശ്രീകുടെ പറ. ആര് പറഞ്ഞത്? അറിയില്ലേ? പഠിച്ചതല്ലേ? ശരി, എന്നാ വേറൊരു ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഫസ്റ്റ് ചാപ്റ്റർ? പറ. പറടാ. What is the name of the first chapter? അവിടെ പറ. അവിടെയോ? അവിടെ ആർക്കെങ്കിലും അറിയോ? അമ്പാടി Sir, പറ. nature's plenty. അതാണ്. എന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് കാര്യമുണ്ടോ? അതിന് പഠിക്കണം. നിന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല. എണീച്ച് പുറകിപ്പോടാ. എന്തൊക്കെ ആയിരുന്നു. പൊടി പറത്തണ്, ഉത്തരം പറയണ്, സ്ലോ മോഷനിൽ നടക്കണ്, ഓടിക്കാം. ഇതൊക്കെ ആരോട് പറയാ? എന്താ നീയൊക്കെ പോട്ടെ ഒന്നോടാ. എന്തിന്? ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞിട്ട് സ്ലോ മോഷനിൽ നടന്നു. പൂർത്തി ചുമ്മാ കിളത്തല്ലേ. നീയൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണുണ്ട്. എന്തിന്? സാറുമാരെ വിളിക്കാനല്ലേ.
ആണെങ്കി മണ്ടന്മാരെ സാറുമാരല്ല നമ്മളാണ് വോട്ട് ചെയ്യണം. അല്ലെ തന്നെ നിനക്കൊക്കെ ആര് വോട്ട് ചെയ്യാൻ? അതിപ്പോ നമ്മളാലും നീ ഒന്ന് അഞ്ചും. ഞാനോ? ആ. ചെപ്പ. നീ ക്ലാസ് വെച്ച് കഴിച്ചു. അത് പിന്നെ നിനക്കൊക്കെ മതിയാ മാസ്, എനിക്ക് വേണ്ടേ? എടാ പൃഥ്വിരാജ്, എന്തോന്ന് പൊണിത്തരാച്ചി പൂർത്തി, അത് മതി. എന്നാലും ഈ പിള്ളേരെ വിളയ്ക്കാന്നൊക്കെ പറഞ്ഞ പിള്ളേരെ വിളയ്ക്കാം, അതും ഫ്രണ്ട് ബെഞ്ച്, മീനാക്ഷിയുടെ ബെഞ്ച്. പക്ഷെ എന്നെ സെക്കൻഡ് ലീഡർ ആക്കണം. അതൊന്നും പറ്റൂല, ഞാനാണ് സെക്കൻഡ് ലീഡർ. എങ്ങനെ? അപ്പൊ ഞാനാ? അതവിടെ നിന്നും പോയി. അവന്റെ ഒരു കെണി. അപ്പൊ ശരി എന്നാ ഞാൻ പോട്ടെ. പറഞ്ഞിട്ട് പോടാ പ്ലീസ്. അപ്പോ ആദ്യ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് ഒരു കത്താണ്, നിർമ്മല മീനയ്ക്ക് എഴുതുന്ന കത്ത്. രണ്ടാം ഭാഗത്തിൽ അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം. മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് കഥ. അപ്പൊ നമുക്ക് ആദ്യം കത്ത് നോക്കാം. മേ ഉസ്കി വർഷകാണ്ട് മനാരഹി ഹു. വർഷകാണ്ട്, വർഷകാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാക്ഷി പറയൂ. ഭഗവാൻ. അച്ഛാ ഇരിക്കൂ. അപ്പോ വർഷകാണ്ടെന്ന് പറഞ്ഞാൽ എവിടെ? ജന്മദിൻ. ഡാളിയ, ഇപ്പൊ പോയി ചോദിക്കാൻ പറ്റിയ അവസരം. ഇപ്പൊ പറയണോ? വൈകുന്നേരം പോകുമ്പോ പറഞ്ഞ പോലെ. അയ്യാ, ഐ ലവ് യു പറയണ കാര്യമല്ല, ഓട്ടോ വയ്ക്കണ കാര്യമാണ് പറയാൻ പറഞ്ഞ. യവൻ പറയോടി? ആ പറയുവായിരിക്കും. ഏട്ടാ എന്താ നീനല്ലേ പോടാ. ദാണ്ടെ ഇന്ന് ഇന്റർവെല് ഗ്രൗണ്ടിൽ അടി. പോയേ അപ്പം ഇനി അടിസീൻ. നടക്കുവാടേ. ഞങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ കടന്നു വന്നിട്ട് ഒരു തരി മണ്ണ് സ്വന്തമാക്കാന്നുള്ള ചിന്ത പോലും ഈ സ്കൂളിൽ ആർക്കും ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷം എന്നിട്ട് താനും തണലുമായ എന്നോട് സ്വന്തം ഡസ്റ്റാണ് നീട്ട് അടിച്ചോണ്ട് പോയത്. തണല്ലേ ഏട്ടോ അടിച്ചു കൊല്ലാമാരെ. നമ്മുടെ ഡെസ്ക് തൊടാൻ മുതിർന്ന കൈകൾ നമ്മളങ്ങ് എടുക്കുക. എന്നാ വാടാ വന്നേട്.